അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. അപ്പോൾ കൂട്ടുകാർക്ക് ദുറൂസുൽ ഇസ്ലാം, തജ്വീദുൽ ഖുർആൻ ഈ രണ്ട് സബ്ജക്റ്റും 2 പാർട്ടുകളായാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം രണ്ടാമത്തെ പാർട്ടിലെയും തദ്രീബാത്തുകൾ നോക്കാം. അദ്ദർസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. അല്ലാഹു. നാം ഈ പാഠത്തിൽ ഒരു പാട്ടാണ് പഠിക്കുന്നത്. പാട്ടിൽ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? അല്ലാഹുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പാട്ടിലുള്ള ഓരോ വരികളും കൂട്ടുകാർ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഈ പാട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കൂട്ടുകാർ ഈണത്തിൽ പാടി പഠിക്കുക. ഞാൻ വെറുതെ ഒന്ന് വായിച്ചു തരാം. അല്ലാ അല്ലാ അല്ലാഹു, നമ്മുടെ റബ്ബാൻ അല്ലാഹു, നമ്മെ പടച്ചവൻ അല്ലാഹു, അന്നം തന്നവൻ അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം കാണും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, സർവശക്തൻ അല്ലാഹു, ഏക ഇലാഹാണ് അല്ലാഹു, ഏറെ മഹാനാണ് അല്ലാഹു, കരുണാവാരിധി അല്ലാഹു, പ്രാർത്ഥന കേൾക്കും അല്ലാഹു, കരുണ ചൊരിഞ്ഞിടണേ അല്ലാ, സ്വർഗം തന്നിടണേ അല്ലാ. കൂട്ടുകാർക്ക് ഈ പാട്ട് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം, നമ്മള ഉൽബാലൂണാത്ത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബലൂൺസ് എല്ലാം നിറയ്ക്കണം. നടുവിലുള്ള ബലൂണിൽ അല്ലാഹു എന്ന് കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള ഓരോ ബലൂണിലും നാം അള്ളാഹിനെ കുറിച്ച് ഈ പാട്ടിൽ എന്തെല്ലാമാണ് പഠിച്ചത് അതാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ബലൂണിൽ നമ്മുടെ റബ്ബ് എന്ന് എഴുതുക. അല്ലാഹു നമ്മുടെ റബ്ബ്. അടുത്തതിൽ നമ്മെ പടച്ചവൻ എന്ന് എഴുതുക. അല്ലാഹു നമ്മെ പടച്ചവൻ. മൂന്നാമത്തതിൽ അന്നം തന്നവൻ എന്ന് എഴുതുക. അല്ലാഹു അന്നം തന്നവൻ. അടുത്തതിൽ എല്ലാം കേൾക്കുന്നവൻ എന്ന് എഴുതുക. അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ. അടുത്തത് എല്ലാം കാണുന്നവൻ. അല്ലാഹു എല്ലാം കാണുന്നവൻ. അടുത്തതിൽ എല്ലാം അറിയുന്നവൻ എന്ന് എഴുതുക. അല്ലാഹു എല്ലാം അറിയുന്നവൻ. അടുത്തതിൽ സർവശക്തൻ എന്ന് എഴുതുക. അല്ലാഹു സർവശക്തൻ. അടുത്തതിൽ കരുണാവാരിധി എന്ന് എഴുതുക. അല്ലാഹു കരുണാവാരിധി. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം, ഇൻഷുദ് ബൈനൽ ഫരീഖൈനി. നാം ഈ പാഠത്തിൽ പഠിച്ച ബൈത്തിന്റെ ഓരോ വരികളും എഴുതണം. ആദ്യത്തെ വരി കൊടുത്തിരിക്കുന്നു, അല്ലാ അല്ലാ അല്ലാഹു, നമ്മുടെ റബ്ബാൻ അല്ലാഹു. അടുത്ത വരി എഴുതുക, നമ്മെ പടച്ചവൻ അല്ലാഹു, അന്നം തന്നവൻ അല്ലാഹു. അടുത്ത വരി, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം കാണും അല്ലാഹു. അടുത്ത വരിയിൽ എല്ലാം അറിയും അല്ലാഹു, സർവശക്തൻ അല്ലാഹു. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം, നഖ്റഉ വനക്തുബ്. ഈ ബൈത്തിൽ പഠിച്ച ഓരോ വാക്കുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. അല്ലാഹു അത് 2 പ്രാവശ്യം എഴുതണം. ഇലാഹുൻ അതുപോലെ 2 പ്രാവശ്യം എഴുതുക. അടുത്തത് നമ്മെ, ഏറെ, കേൾക്കും, അറിയും, പടച്ചവൻ, കരുണാവാരിധി. ശ്രദ്ധിക്കണം, കരുണാവാരിധി. അടുത്തത് പ്രാർത്ഥന. ഇപ്പുറത്ത് നോക്കൂ, റബ്ബുൻ അതും അതുപോലെ 2 പ്രാവശ്യം എഴുതുക. നമ്മുടെ, എല്ലാം, ഏക, കാണും, ചൊരിയും, മഹാൻ, ശക്തൻ, കരുണ. ഞാനിവിടെ 1 പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർ 2 പ്രാവശ്യം എഴുതുക. ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം പെൻസിലിൽ മാത്രമാണ് എഴുതേണ്ടത്. പെണ്ണിൽ എഴുതാൻ പാടില്ല. ഞാൻ വീഡിയോ ക്ലിയറായി കാണാൻ വേണ്ടിയാണ് പെണ്ണിൽ എഴുതിയത്. കൂട്ടുകാർ പെൻസിലിൽ മാത്രമാണ് എഴുതേണ്ടത്.
തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുൻഷി ഉൽ ജുമൽ വാക്യത്തിൽ പ്രയോഗിക്കണം. ഇവിടെ നമുക്ക് ഒരു 5 വാക്കുകൾ കൊടുത്തിരിക്കുന്നു. ആ 5 വാക്കുകളും ഓരോ വാക്യത്തിൽ വരുന്നത് പോലെ എഴുതണം. ഒന്നാമത്തത് നോക്കൂ, നമ്മുടെ. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. അല്ലാഹു നമ്മുടെ റബ്ബാണ്. ഇവിടെ നമ്മുടെ എന്ന വാക്ക് വന്നല്ലോ, അതുപോലെ എഴുതണം. രണ്ടാമത്തത് നോക്കൂ, ഏറെ. അല്ലാഹു ഏറെ മഹാനാണ്. ഈ വാക്യത്തിൽ ഏറെ എന്ന വാക്ക് ഉപയോഗിച്ചു. മൂന്നാമത്തത് നോക്കൂ, കരുണ. അല്ലാഹു കരുണ ചൊരിയുന്നവനാണ്. ഈ വാക്യത്തിൽ കരുണ എന്ന വാക്ക് വന്നു. നാലാമത്തത് നോക്കൂ, അന്നം. അല്ലാഹു അന്നം നൽകുന്നവനാണ്. ഈ വാക്യത്തിൽ അന്നം എന്ന വാക്ക് വന്നു. അഞ്ചാമത്തത് സ്വർഗം. അല്ലാഹു സ്വർഗം നൽകുന്നവനാണ്. ഈ വാക്യത്തിൽ സ്വർഗം എന്ന വാക്ക് വന്നു. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിൻ്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.